നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായ സദ്യകളിലും മറ്റുള്ള ആവശ്യങ്ങളിലും ഒരുപാട് കൊതിയോടുകൂടി തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതുമായ നമ്മുടെ കുട്ടികൾക്കാവട്ടെ ഏറ്റവും ഫേവററ്റ് കൂടിയായിട്ടുള്ള എൻ്റെ അച്ചുക്കുളിയുടെ ഫേവററ്റ് റെസിപ്പി കൂടിയായിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാറ്ററിങ്ങുകളിൽ സദ്യകളിൽ വിളമ്പുന്ന അതേ ഒരു രീതിയിലാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളിതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു സദ്യ സ്പെഷ്യൽ കറിക്ക് രുചി കൂടുന്നതും. എല്ലാവരും പറയാറുണ്ട് സദ്യകളിൽ കഴിക്കുന്ന ടേസ്റ്റ് നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ കിട്ടാറില്ല എന്ന്. അങ്ങനെ പറയുന്ന കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇതേ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും സ്വാദുള്ള നല്ലൊരു കറിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ട് നോക്കാം. ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഇതുപോലൊരു വലിയ പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്കിതുപോലെ നല്ല പഴുത്തിട്ടുള്ള പൈനാപ്പിൾ വേണം എടുക്കാനായിട്ടും. ഒരു തരി പോലും വാടലൊന്നും ഇല്ലാത്ത പൈനാപ്പിൾ നോക്കി വേണം വാങ്ങാനായിട്ടും. ഇനി ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം മുകൾ ഭാഗവും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ വെച്ച് തയ്യാറാക്കുമ്പോഴാണ് പുളിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റും ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ 2 ഭാഗങ്ങളായിട്ട് പകുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു മുള്ളു ഭാഗം നല്ല പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ പുളിശ്ശേരിക്ക് ഒരു കറുപ്പ് കളറൊക്കെ വരാൻ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ആദ്യ കഷ്ണം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. രണ്ടാമത്തെ കഷ്ണവും കട്ട് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഞാൻ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുള്ളതിൽ നിന്നും ഈ ഒരു ഭാഗം നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഈ ഒരു ഭാഗം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചുകൂടെ വെക്കണം. ഇനി നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. കഷ്ണങ്ങളാക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ നടുഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് മുറിച്ചുകൂടി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിയ കഷ്ണമാക്കി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പകുതി ഭാഗം അടുപ്പിലേക്ക് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് കഷ്ണങ്ങൾ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കാറ്ററിംഗുകാർ ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ പാചകം. അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു കായക്കട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായക്കട്ട കൂടി ചേർത്ത് വേവിക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കഷ്ണങ്ങൾ വെന്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ ഒരു പകുതി വേവാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളിന്റെ കഷ്ണം ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എടുത്ത പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. പൈനാപ്പിൾ കറിയിലേക്ക് അരച്ച് ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നതും. ഈ ഒരു രീതിയിലാണ് കാറ്ററിംഗുകാർ സദ്യകളിലൊക്കെ വിളമ്പാനായിട്ട് തയ്യാറാക്കി എടുക്കുന്നതും. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി ചെയ്യേണ്ടത് നാളികേരക്കൂട്ടൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അരമുറി നാളികേരവും 1 നുള്ളു ജീരകവും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ അരപ്പാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം. പുളിശ്ശേരിയൊക്കെ കഴിക്കുമ്പോൾ അല്പം കട്ടിയായിട്ടാണ് കറി തയ്യാറാക്കി എടുക്കാറുള്ളത്.
ചെറിയ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. തേങ്ങാരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തിളച്ച് തൂവാതെ വേണം നമുക്ക് ചൂടാക്കി എടുക്കാനായിട്ടും. കഷ്ണങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് നാളികേരം അരച്ച് ചേർത്തിട്ടുള്ളത്. കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ടകളെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് കൂടെ ചേർക്കാം. തൈര് കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല പുളിപ്പുള്ള തൈര് വേണം എടുക്കാനായിട്ടും. വീണ്ടും തൈര് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കൊടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. തൈര് ചേർത്ത് കഴിഞ്ഞാലും കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു താളിപ്പ് ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് താളിച്ചെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ കടുകും 1 നുള്ള ഉലുവയും കൂടി ചേർത്തിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വറവൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്കാണ് ചേർക്കേണ്ടത്. താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ ഈ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പുളിശ്ശേരി ഞാൻ തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത് കാറ്ററിംഗുകാർ സദ്യകളിൽ വിളമ്പുന്ന അതേ ഒരു രീതിയിലാണ്. പുളിശ്ശേരി തയ്യാറാക്കി എടുക്കുമ്പോൾ അല്പം കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ കറി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നല്ല കുറുക്ക് രൂപത്തിലേക്ക് ആയി വരുന്നതുമാണ്. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെയും ടാറ്റ.